സ്വാഗതം. നമ്മളിന്ന് ഒരു പ്രത്യേക വിഷയമാണ് കേട്ടോ നോക്കുന്നത്. നിങ്ങൾ പങ്കുവച്ചൊരു ലേഖനമില്ലേ, ഫൗണ്ടൻ പേന, മഹത്വവും പ്രയോജനങ്ങളും. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം. ശരി. ഈ ഡിജിറ്റൽ കാലത്തും ഫൗണ്ടൻ പേനകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ? ആരൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ലേഖനം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ലേഖനത്തിലുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു കൗതുകം തോന്നുന്ന ഒന്ന്. നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന പേന ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു നല്ല തുടക്കം. ഉത്തരം ലേഖനത്തിൽ തന്നെയുണ്ട്. അത് ജർമ്മൻ ബ്രാൻഡായ മോണ്ട് ബ്ലാങ്ക് ഫൗണ്ടൻ പേനയാണ്. ലക്ഷറി പേന. അതെ. ഏകദേശം 1,27,000 രൂപയൊക്കെ വില വരും അതിന്. പ്രധാനമന്ത്രി മോഡി ഇത് സ്ഥിരം ഉപയോഗിക്കാറുണ്ടെന്നും പറയുന്നു. അദ്ദേഹത്തെ കൂടാതെ അമിതാഭ് ബച്ചൻ, പിന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ, ഇവരെല്ലാം ഈ പേന ഉപയോഗിക്കുന്നവരാണെന്നും ലേഖനം പറയുന്നുണ്ട്. ശരിയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തിനാണ് ഈ പേരുകൾ ഇങ്ങനെ എടുത്തു പറയുന്നത്? ഇത് വെറും ഒരു പേന എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റാറ്റസ് സിംബൽ, ഒരു പദവിയുടെ അടയാളം ഒക്കെയായി മാറുന്നു എന്നൊരു തോന്നൽ തരാനാണ്. ശരിയാണ്. അധികാരം, പ്രശസ്തിയൊക്കെയുള്ളവർ തെരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മൂല്യം വരുന്നു. ലേഖനം തുടക്കത്തിലേ അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കുകയാണ്. ആ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. അപ്പോ ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് നമുക്ക് ലേഖനത്തിന്റെ ഉള്ളിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടൻ പേന ഉപയോഗിക്കണമെന്ന് ലേഖകൻ പറയുന്നത്? ആദ്യത്തെ ഒരു പ്രധാന കാരണം കൈയക്ഷരം മെച്ചപ്പെടുത്തുമെന്നതാണ്. ഫൗണ്ടൻ പേനയുടെ ഉപയോഗം കൂടുതൽ മനോഹരമായ കൈയക്ഷരം നൽകുന്നു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഇത് പ്രായോഗികമായി ശരിയാണോ? അതൊരു നല്ല ചോദ്യമാണ്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ അതിന് പിന്നിലൊരു ലോജിക് ഉണ്ട്. അതെന്താണ്? ഫൗണ്ടൻ പേന വർക്ക് ചെയ്യുന്ന രീതി. മഷി ഇങ്ങനെ പേനയുടെ നിബ്ബിലൂടെ കടലാസിലേക്ക് ഒഴുകി വരുന്നത് ഗ്രാവിറ്റിയും കാപ്പിലറി ആക്ഷനുമൊക്കെ വെച്ചാണ്. നമ്മൾ ബോൾ പോയിന്റ് പേന പോലെ അമർത്തേണ്ട ആവശ്യം വരുന്നില്ല. വളരെ കുറഞ്ഞ പ്രഷർ മതി. അപ്പോ ഈ ഒരു ഒഴുക്കില്ലേ, അത് നമ്മളെ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി സാവധാനം എഴുതാൻ പ്രേരിപ്പിക്കും. സ്പീഡ് കുറയുന്നു. അതെ. ബോൾ പേന വെച്ച് നമ്മൾ ചിലപ്പോ ബലം കൊടുത്ത് വേഗത്തിൽ എഴുതും. ഇതിലങ്ങനെ പറ്റില്ല. അപ്പോ ഈ വേഗത കുറയുന്നതും ശ്രദ്ധ കൂടുന്നതും കൊണ്ടാണോ കൈയക്ഷരം നന്നാവുന്നത്? ഒരു പരിധി വരെ. കാരണം നമ്മൾ കുറഞ്ഞ പ്രഷറിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഓരോ അക്ഷരവും എഴുതുമ്പോൾ അതിന്റെ രൂപത്തിന് ഒരു വ്യക്തത വരാൻ സാധ്യതയുണ്ട്. ശരി. അതൊരു ബോധപൂർവമായ എഴുത്തായി മാറും. അല്ലാതെ ഫൗണ്ടൻ പേന പിടിച്ചാൽ ഉടനെ കൈയക്ഷരം മാന്ത്രികമായി നന്നാവുമെന്നല്ല. അല്ലല്ല. പക്ഷെ ഉപയോഗിക്കുന്ന രീതി അതിലേക്ക് നയിച്ചേക്കാം. മനസ്സിലായി. ആ ബോധപൂർവമായ എഴുത്ത് എന്നുള്ളത് നല്ലൊരു പോയിന്റാണ്. ഇനി ഈ പ്രഷർ കുറവാണെന്നുള്ളത് കൈയക്ഷരത്തിന് മാത്രമല്ലല്ലോ ഗുണം. അല്ല. എഴുതുമ്പോഴുള്ള സുഖം, അതിനെക്കുറിച്ചും ലേഖനം പറയുന്നുണ്ട്. കൂടുതൽ സുഖകരമായ എഴുത്തനുഭവം നൽകുന്നു എന്ന്. അതെ. പേനയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. ഇതെങ്ങനെയാ ഒരു പ്രധാന നേട്ടമാകുന്നത്? അത് വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറഞ്ഞ സമ്മർദ്ദം മതിയെന്ന്. അതിന്റെ ഏറ്റവും വലിയ ഗുണം കൈക്ക് ആയാസം വളരെ കുറവായിരിക്കും. ഇപ്പോ ഒരുപാട് നേരം എഴുതേണ്ടി വരുന്നവരെ ഓർത്തു നോക്കൂ. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ, നോട്ട്സ് എഴുതുമ്പോൾ. ശരിയാണ്. അല്ലെങ്കിൽ എഴുത്തുകാർ ബോൾ പേന അമർത്തിപ്പിടിച്ച് കുറേ നേരം എഴുതിയാൽ കൈ കഴക്കില്ലേ? ഭയങ്കരമായിട്ട് കഴക്കും. ആ വേദന, ആ കഴപ്പ് ഫൗണ്ടൻ പേന ഉപയോഗിക്കുമ്പോൾ നല്ലോണം കുറയും. കൂടുതൽ നേരം സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇത് വെറും വേദന കുറയ്ക്കുന്ന കാര്യം മാത്രമല്ല, ആ ഒരു എഴുതുന്ന അനുഭവം തന്നെ വേറെയാണോ? തീർച്ചയായും. കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണോ? അതെ, അതാണ് മറ്റൊരു കാര്യം. നമ്മളിപ്പോൾ ഡിജിറ്റൽ സ്ക്രീനിൽ ഇങ്ങനെ വിരലോടിക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭവം അല്ലല്ലോ കടലാസിൽ പേന കൊണ്ട് എഴുതുമ്പോൾ കിട്ടുന്നത്. അല്ല. നല്ലൊരു ഫൗണ്ടൻ പേനയാണെങ്കിൽ ആ മഷി ഒഴുകുന്നതിന്റെ ഒരു സ്മൂത്ത്നെസ്, നിബ്ബ് കടലാസിൽ ഉരസുന്ന ചെറിയ ശബ്ദം. ശരിയാണ്. കൈക്ക് വലിയ ഭാരം കൊടുക്കാതെ അക്ഷരം ഇങ്ങനെ രൂപപ്പെടുന്നത് കാണുന്നത്, അതെല്ലാം കൂടി എഴുത്തിനെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റും. ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടാത്തൊരു സംതൃപ്തി ഇതിലുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഈ ആസ്വാദ്യത, സുഖം എന്നൊക്കെ പറയുന്നതിനപ്പുറം വളരെ പ്രാക്ടിക്കലായ ഒരു കാരണം കൂടി ലേഖനം പറയുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേന എങ്ങനെ പരിസ്ഥിതിയെ ബാധിക്കും എന്ന് തോന്നും. ശരിയാണ്. പക്ഷെ ലേഖനം പറയുന്നത് ശ്രദ്ധേയമാണ്. ഫൗണ്ടൻ പേനകൾ റീഫിൽ ചെയ്യാവുന്ന മഷി ഉപയോഗിക്കുന്നതിനാൽ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത്
ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യല്ലേ? വളരെ പ്രധാനം. നമ്മൾ ഈ ഡിസ്പോസിബിൾ ബോൾ പേനകളില്ലേ, അതൊന്നോർത്തു നോക്കൂ. ഉം, മഷി തീർന്നാൽ നമ്മൾ ആ പേന മൊത്തമായി കളയുകയാണ്. പ്ലാസ്റ്റിക് ബോഡി, റീഫിലൊക്കെ കൂടി മണ്ണിൽ കിടക്കും. ശരിയാണ്. കോടിക്കണക്കിന് പേനകളുണ്ടാവും. അതെ, വർഷാവർഷം കോടിക്കണക്കിന് പേനകളാണ് വലിച്ചെറിയപ്പെടുന്നത്. അതുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് വളരെ വലുതാണ്. അപ്പോ ഫൗണ്ടൻ പേന എങ്ങനെയാണ് ഇവിടെ വ്യത്യാസം കൊണ്ടുവരുന്നത്? റീഫിൽ ചെയ്യാമെന്നതാണോ മെയിൻ? അതെ, അതാണ് പ്രധാന വ്യത്യാസം. ഒരു ഫൗണ്ടൻ പേന വാങ്ങിയാൽ പിന്നെ മഷി തീരുമ്പോൾ പുതിയ മഷിക്കുപ്പി വാങ്ങി നിറച്ചാൽ മതി. ഓക്കെ. ഒരു മഷിക്കുപ്പി ഒരുപാട് കാലം ഉപയോഗിക്കാം. പേനയുടെ ബോഡി നമ്മൾ കളയുന്നില്ല. ചിലപ്പോൾ കൺവേർട്ടറോ കാർട്രിഡ്ജോ മാറ്റേണ്ടി വരും. എന്നാലും പ്രധാന ഭാഗങ്ങൾ വർഷങ്ങളോളം ഉപയോഗിക്കാം. അപ്പോ ആ യൂസ് ആൻഡ് ത്രോ പരിപാടിയില്ല? ഇല്ല. ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്ന ആ ശീലത്തിനിതൊരു ബദലാണ്. ഒരു പേന തന്നെ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ മാലിന്യം സ്വാഭാവികമായും കുറയും. ഈ പരിസ്ഥിതി സൗഹൃദം എന്നതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണല്ലോ ലേഖനത്തിൽ പറയുന്ന ഈടുനിൽപ്പ്. തീർച്ചയായും. ഫൗണ്ടൻ പേനകൾ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ കൂടുതൽ കാലം ഈടുനിൽക്കുന്നു എന്ന് പറയുന്നു. അതെ, ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നല്ലൊരു ഫൗണ്ടൻ പേന നമ്മളൊന്ന് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ വർഷങ്ങളോളം നിലനിൽക്കും, ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം. ശരിയാണ്. ചിലരത് തലമുറകളായി കൈമാറി ഉപയോഗിക്കാറുണ്ട്, ഒരു പാരമ്പര്യ സ്വത്തുപോലെ. ആഹാ. ഇത് ആ യൂസ് ആൻഡ് ത്രോ കൾച്ചറിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ്. വില കുറഞ്ഞത് വാങ്ങി വേഗം കളയുന്നതിന് പകരം കുറച്ച് വില കൂടിയാലും ഗുണമേന്മയുള്ള കുറേ കാലം നിൽക്കുന്ന ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ചിന്ത. ഇത് വേസ്റ്റ് കുറയ്ക്കും, അതുപോലെ ആ വസ്തുവിനോടുള്ള നമ്മുടെ ഒരു ബന്ധവും മാറും. പക്ഷേ ഈ ഈടുനിൽപ്പ്, ഗുണമേന്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നാണോ? നമ്മളാദ്യം പറഞ്ഞ ലക്ഷങ്ങളുടെ പേനയൊന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ. ഇല്ല. എന്നാൽ അത്രയൊന്നും വിലയില്ലാത്ത, എന്നാൽ വളരെ നന്നായി എഴുതാൻ പറ്റുന്ന ഒരുപാട് ഫൗണ്ടൻ പേനകൾ ഇപ്പൊ കിട്ടും. ആണോ? അതെ, വിദ്യാർത്ഥികൾക്ക് പോലും വാങ്ങാൻ പറ്റുന്ന വിലയിൽ തുടങ്ങുന്ന മോഡലുകളുണ്ട്. ശരി. എന്നാലും ഏറ്റവും വില കുറഞ്ഞ ബോൾ പേനയുടെ അത്രയും വിലക്കുറവ് പ്രതീക്ഷിക്കരുത്. പിന്നെ മഷി നിറയ്ക്കാനും വല്ലപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്യാനുമൊക്കെ കുറച്ചൊരു ശ്രദ്ധ വേണം. ആ കുറച്ചൊരു മെയിൻ്റനൻസ് ഉണ്ട്. അതെ, ബോൾ പേന പോലെ അത്ര സിമ്പിൾ അല്ല ഉപയോഗം. അപ്പോ വിലയും ഈ ചെറിയ പരിപാലനവും ചിലർക്കൊരു തടസ്സമായേക്കാം. ഓക്കെ. അപ്പോ ഈ ലേഖനം മൊത്തത്തിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? 1. കൈയക്ഷരം നന്നാവാൻ സഹായിച്ചേക്കാം. 2. എഴുതുമ്പോൾ കൈക്ക് സുഖം കിട്ടും, ആയാസം കുറയും, കൂടുതൽ നേരം എഴുതാം. ശരിയാണ്. 3. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് നല്ലതാണ്. 4. ദീർഘകാലം ഈടുനിൽക്കും. അതെ. ആ ഒരു ആഡംബരം എന്നതിനപ്പുറം ഈ പ്രായോഗിക ഗുണങ്ങളാണ് ലേഖകൻ എടുത്തു കാണിക്കുന്നത്. എന്നിട്ട് അവസാനം ലേഖകൻ വളരെ ശക്തമായൊരു നിർദ്ദേശവും വെക്കുന്നുണ്ടല്ലേ? അത് ശ്രദ്ധിച്ചു. എത്രയും വേഗം നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ബോൾ പേനകൾ ഉപേക്ഷിച്ച് ഫൗണ്ടൻ പേന സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അവസാനിപ്പിക്കുന്നു. ഇത് ലേഖകന്റെ ഒരു ഉറച്ച അഭിപ്രായമാണ്. അതെ, ഒരു തരം ആഹ്വാനം പോലെയാണ്. ഫൗണ്ടൻ പേനകൾക്കു വേണ്ടി വാദിക്കുകയാണ് ലേഖനം മുഴുവനും. ശരിയാണ്. എന്നാൽ ഈ നിർദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കണം. ഈ പറയുന്ന ഗുണങ്ങളെല്ലാം, കൈയക്ഷരം, സുഖം, പരിസ്ഥിതി, ഈടുനിൽപ്പ്, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ബോൾ പേനയുടെ സൗകര്യം, എവിടെയും കൊണ്ടുനടക്കാനുള്ള എളുപ്പം, വളരെ കുറഞ്ഞ വില, ഒരു ശ്രദ്ധയും കൊടുക്കേണ്ടാത്ത ഉപയോഗം, അതൊരു വലിയ ഘടകമാണ്. അതെ. അപ്പോ ഇവ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രധാനം? അതാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ പെട്ടെന്നൊരു കുറിപ്പെടുക്കാനോ ഒപ്പിടാനോ ഒക്കെയാണ് പേന നോക്കുന്നതെങ്കിൽ ബോൾ പേന മതിയാവും. ശരിയാണ്. എന്നാൽ നിങ്ങൾ ധാരാളം എഴുതുന്ന ആളാണ്, എഴുത്ത് ആസ്വദിക്കാൻ താൽപ്പര്യമുണ്ട്, പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തയുണ്ട്, അങ്ങനെയെങ്കിൽ ഫൗണ്ടൻ പേനയുടെ അനുഭവം നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നാം. ലേഖനം ഒരു ഭാവം പറയുന്നു, പക്ഷേ തീരുമാനം നമ്മുടേതാണ്. നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് വേണം തീരുമാനിക്കാൻ. വളരെ ശരിയാണ്. അപ്പോ നിങ്ങൾ പങ്കുവച്ച ഈ ലേഖനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ നടത്തിയ ഈ ഒരു വിശദമായ സംഭാഷണത്തിന് നന്ദി. ഓക്കേ. നമ്മളിന്ന് സംസാരിച്ച പ്രധാന വിഷയങ്ങൾ ഓർമ്മയുണ്ടല്ലോ? പ്രമുഖരുപയോഗിക്കുന്നത് മുതൽ കൈയക്ഷരം, എഴുത്തിലെ സുഖം, പരിസ്ഥിതി, ഈടുനിൽപ്പ് വരെയുള്ള കാര്യങ്ങൾ ഫൗണ്ടൻ പേനയ്ക്ക് അനുകൂലമായ ലേഖനം പറയുന്നു. ഈ ചർച്ചയുടെ അവസാനം ലേഖനത്തിൽ നേരിട്ട് പറയാത്ത, എന്നാൽ ഇതിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു ചിന്ത കൂടി പറയാം. പറയൂ. നമ്മൾ ഈ പ്രായോഗിക ഗുണങ്ങളെക്കുറിച്ചും സ്റ്റാറ്റസിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിനപ്പുറം ഒരു ഫൗണ്ടൻ പേനയെടുത്ത്
ശ്രദ്ധിച്ച് മഷി നിറച്ച് പതിയെ ബോധപൂർവം എഴുതുക എന്ന ആ ഒരു പ്രവൃത്തിക്ക് ഇന്നത്തെ ലോകത്ത് വേറെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതെന്തായിരിക്കും? അതായത് എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്ന, നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പേനയെടുത്ത് കടലാസിൽ ശ്രദ്ധിച്ചെഴുതുന്നത് ഒരു തരം മൈൻഡ്ഫുൾനെസ് പ്രവർത്തനം പോലെ ആകുന്നുണ്ടോ? ആ, അതൊരു രസമുള്ള ചിന്തയാണല്ലോ. നമ്മുടെ ചിന്തകളുടെ വേഗതയൊന്ന് കുറച്ച് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, കൂടുതൽ ആഴത്തിൽ അതുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഈ പഴയ രീതി നമ്മളെ സഹായിക്കുമോ? സ്ക്രീനിലെ അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അതെ, സ്വന്തം കൈപ്പടയിൽ മഷിയിൽ തെളിയുന്ന വാക്കുകൾക്ക് നമ്മുടെ ചിന്തകളുമായി ഒരു പ്രത്യേക അടുപ്പമുണ്ടാക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കാവുന്നൊരു കാര്യമാണ്. എഴുത്തിനെ വെറും വിവരം രേഖപ്പെടുത്താനുള്ള വഴി എന്നതിലുപരി ചിന്തയുമായുള്ള ഒരു സംവാദമായി കാണാൻ ഇത് സഹായിക്കുമോ?